നമസ്കാരം. പ്രധാന വാർത്തകൾ. കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. UDF എംപിമാർ ഇന്ന് അമിത്ഷായെ കാണും. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ UDF എംപിമാർ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണും. 12 മണിക്ക് പാർലമെന്റിലാണ് കൂടിക്കാഴ്ച. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ അനുഭാവപൂർവമായ നിലപാടെടുക്കാമെന്ന് അമിത്ഷാ സൂചിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ഇന്നും നോട്ടീസ് നൽകും. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നൽകിയ നോട്ടീസുകൾ തള്ളിയിരുന്നു. പ്രതീക്ഷയോടെ കടലിലേക്ക്. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അവസാനിക്കും. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നത്. മത്സ്യബന്ധന ഹാർബറുകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ കടലിൽ ബോട്ടുകൾ ഇറങ്ങും. ഏതാണ്ട് 4200ഓളം യന്ത്രവൽകൃത ബോട്ടുകളും എഞ്ചിൻ ഘടിപ്പിച്ച യാനങ്ങളുമാണ് ഇന്ന് പ്രതീക്ഷയോടെ കടലിൽ ഇറങ്ങുന്നത്. തിങ്കളാഴ്ച മുതൽ തന്നെ തൊഴിലാളികൾ ബോട്ടുകളിൽ ഐസ് നിറച്ചും ഇന്ധനങ്ങളും കുടിവെള്ളവും പാചകത്തിനുള്ള സാമഗ്രികളുമെല്ലാം നിറച്ചും വല കയറ്റിയും ഒരുക്കങ്ങൾ നടത്തിവരികയാണ്. GPS, റഡാർ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് ബോട്ടിൽ പിടിപ്പിക്കുകയും ചെയ്തു. 10ാം ക്ലാസ്സുകാരി വീട്ടിൽ പ്രസവിച്ച സംഭവം. പിതാവ് കുറ്റം സമ്മതിച്ചെന്ന് പോലീസ്. കാഞ്ഞങ്ങാട് 10ാം ക്ലാസ്സുകാരി വീട്ടിൽ പ്രസവിച്ച സംഭവത്തിൽ പിതാവ് റിമാൻഡിൽ. പെൺകുട്ടി വീട്ടിൽ പ്രസവിച്ചതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. കുട്ടി ആരുടെയും പേര് പറയാത്തതിനെ തുടർന്ന് DNA പരിശോധന നടത്താനുള്ള നീക്കത്തിലായിരുന്നു അന്വേഷണ സംഘം. അതിനിടെയാണ് അച്ഛനെ പിടികൂടിയത്. ഒരാഴ്ച മുമ്പാണ് കാഞ്ഞങ്ങാട്ടെ 10ാം ക്ലാസ്സുകാരി വീട്ടിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഇക്കാര്യം പുറത്തറിയുന്നത്. കണ്ണൂർ ജയിൽ വകുപ്പിൽ വൻ അഴിച്ചുപണി. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ ജയിൽ വകുപ്പിൽ വൻ അഴിച്ചുപണി. വിവിധ ജയിലുകളിലെ 8 ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജോയിന്റ് സൂപ്രണ്ടിനെ അടക്കം സ്ഥലം മാറ്റി. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജോയിന്റ് സൂപ്രണ്ട് ഗിരീഷ് കുമാറിനെ കാസർഗോഡ് ജില്ലാ ജയിൽ സൂപ്രണ്ടായി മാറ്റി നിയമിച്ചു. കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ട് KK റിനിലിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കും സ്ഥലം മാറ്റി. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജോയിന്റ് സൂപ്രണ്ട് അൽഷാനെ തിരുവനന്തപുരം ജില്ലാ ജയിൽ സൂപ്രണ്ടാക്കി. വിയ്യൂർ സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടായിരുന്ന അഖിൽ രാജിനെ കോഴിക്കോട് ജില്ലാ ജയിൽ സൂപ്രണ്ടായി നിയമിച്ചു. കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ സൂപ്രണ്ട് EV ജിജേഷിന് സ്ഥാനക്കയറ്റം നൽകി തവനൂർ സെൻട്രൽ ജയിലിൽ നിയമിച്ചു. ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചെന്ന് പരാതി. കേസെടുത്ത് പോലീസ്. നടി മാല പാർവതിയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചെന്ന് പരാതി. ഫേസ്ബുക്കിൽ നടിയുടെ മുഖചിത്രമുള്ള ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അംഗങ്ങളായവർക്ക് മോർഫ് ചെയ്ത ചിത്രങ്ങൾ മെസ്സഞ്ചർ വഴി അയച്ചു കൊടുക്കുന്നുണ്ടെന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ചിത്രങ്ങൾ പ്രചരിച്ചത് മനേഷ് എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ്. 15,000 ആളുകൾ അംഗങ്ങളായുള്ള ഗ്രൂപ്പാണിത്. ഗ്രൂപ്പിന്റെ അഡ്മിനെതിരെ കൊച്ചി സിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് നടി പറഞ്ഞു.